ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ആണോ, എനിക്ക് ശീലമായി വരുന്നില്ലോ. നിങ്ങൾ ക്ഷമിക്കും, ഞാനിങ്ങനെ ചിരിക്കുന്നവരൊക്കെ പ്രാന്താണ്. ഇവർക്ക് എന്താ വയ്യെന്ന് ചിന്തിക്കരുത് നിങ്ങള്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഗൈസ്, ഇപ്പം സമയം അയ്യോ ഈ വാച്ച് ഓടൂല. സമയം 5:35 ഫോണില് കാരണമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇരുട്ടാണെന്ന്, അങ്ങനെയല്ല. ഇത് പട്ടാപ്പകലാണ്. ഇപ്പൊ ഏത് സ്ഥലത്തെത്തി ഒരു ആവേശത്തിന് നിർത്തുകയും ചെയ്തു. കാര്യമില്ല. നിയമത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നല്ല, നിയമത്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും നിയമത്തുണ്ടെങ്കിൽ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെയല്ലേടാ യൂട്യൂബ് പറയുന്നത്. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ദുരന്തർ 2 കാണാനാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അത് മാത്രമല്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. എന്തായാലും ഫാൻ ഷോയ്ക്കൊന്നും പോകാനുള്ള യോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ പോവാം. അതുവരെ ഞാൻ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ തൊങ്കി കളിക്കാം. എന്തായാലും ഇറങ്ങിയത് ഇറങ്ങി. അപ്പൊ നമുക്ക് പടം കണ്ടിട്ട് വരാം. വീട്ടുകാരൊക്കെ വഴക്ക് പറയും, പക്ഷെ എന്നെ വിട്ടു കേട്ടോ, ആലോചിച്ച് ചെയ്തു. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, 5 മണി സമയത്ത് ഇവളെ അച്ഛനും അമ്മയൊക്കെ വിട്ടോ. അവരൊക്കെ വഴക്കൊക്കെ പറഞ്ഞു തന്നെ, പക്ഷെ ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു. ഞാൻ പോയിട്ട് സേഫ് ആയിട്ട് വരും. അത് അവർക്കും അറിയാം, ഞാൻ പോയിട്ട് സേഫ് ആയിട്ട് വരുന്നു. ഇനിയിപ്പം നമ്മളെ നാടാണല്ലോ. രാവിലെ ഇനി ഷോയ്ക്ക് പോയി ഏവരെങ്കിലും എന്നെ ചൊറിയണം, ഇനി ഞാൻ അവരെ പിടിച്ചിടിക്കണം. എന്നെ ആരെങ്കിലും വല്ല ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ച് നല്ല പറയും, അല്ലെങ്കിൽ നല്ല ഇടിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയാണ് കൊച്ചിലേ വളർന്നു വന്നത്. ടിക്കറ്റ് എടുത്തു പോയി ഒറ്റ മൈൻഡിൽ. ഇത് പിന്നെ ക്യാൻസൽ ചെയ്ത ഞാൻ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഫണ്ട് കിട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ ആട്ടമാടുന്നത്. ഇത് തീരുമ്പോൾ എന്റെ ആട്ടവും എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. ഇത് പലർക്കും ഭയങ്കര കേൾക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ ഒരു ഒറ്റ മൈൻഡിൽ അങ്ങ് ബുക്ക് ചെയ്തതാണ്. നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ആൾക്കാരൊക്കെ നോക്കുന്നടാ, ഞാനെന്താ വലിയ സാധനം പോലെ. പിന്നെ രാവിലെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ. ഞാൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇന്ന് ഞാൻ എന്നെ കണ്ടിട്ടില്ല, അതാണ് എൻ്റെ ഒരു റിയാലിറ്റി. എങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാര്? തൊലിക്കട്ടി വേണം കേട്ടോ, തൊലിക്കട്ടി. ഈ ബ്ലോഗ് തന്നെ എടുക്കണമെന്ന് എനിക്കൊരിതില്ല. നമ്മൾ എന്തായാലും ഇറങ്ങിയില്ല, അപ്പൊ പിന്നെ ചെയ്ത് നോക്കാം. ഒരു സൈഡ് ഹസിൽ ആയിക്കോട്ടെ ഏത്. അത് കഴിഞ്ഞിട്ട് വേറെ സർപ്രൈസ് കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും ദുരന്തർ 2 കണ്ടിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങൾ പറയാം. എന്തായാലും പോയി കണ്ടിട്ടൊക്കെ വരാം. ഓക്കെ, ചൊറിയുന്നു. അപ്പോ ഞാൻ പടത്തിന് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം പറയാം. അതായിരിക്കും നല്ലത്. ലേറ്റ് ആവുന്നു. അമ്മമാരൊക്കെ വരുന്നു, പോവാ. ഓക്കെ, ബൈ. ഗൈസ്, ഞാനൊക്കെ പേടിച്ചാണ് പടം കാണാൻ വന്നത്. സത്യം പറഞ്ഞ രാവിലെ ആരൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഫുള്ള് പെണ്ണുങ്ങളാണ് ഗൈസ്. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലേ. ഞാൻ G27 കണ്ടത്. ഏത് ദുരന്തർ 2. ഞാനിപ്പോൾ ഇരിക്കുന്നത് F, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സീറ്റ്. ഇനിയിപ്പോൾ ഒരാളും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. അടുത്ത പടം കാണണം. അടുത്ത പടം ആട് 3. ഇന്നൊരു ദിവസം ഫുള്ള് ഞാൻ തിയേറ്ററിലാണ്. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഗൈസ്, അങ്ങനെ 2 പടവും കണ്ട് കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോകാം. ബാക്കി വീട്ടിൽ പോയിട്ട്. ഇവനാണ് എൻ്റെ മയിൽ വാഹനം. ഗൈസ്, അപ്പം ഈ മുടിപ്പിടുത്തം രാവിലെ എടുത്ത എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനിങ്ങനെ ആക്കുന്നുണ്ട്. അത് സ്റ്റൈലൊന്നുമല്ല.
നമ്മളിങ്ങനെ നെർവസ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, ഞാനൊരു തുടക്കക്കാരിയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ സ്ഥിരമാക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പക്ഷേ സ്റ്റിൽ ഇപ്പം ജോബ്ലെസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ കുറച്ച് നേരം വിചാരിക്കാം, ഓ രാവിലെ പടത്തിന് ചെറുക്കന്മാർക്ക് ഇത് സിമ്പിൾ പരിപാടിയായിരിക്കും. പക്ഷെ പെൺപിള്ളേർക്ക് എനിക്ക് എൻ്റെ സർക്കിളിലുള്ള ആരും അങ്ങനെ ഇതുപോലെ രാവിലെ പടത്തിന് പോയതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്, നീ ഭയങ്കര മെയിൻ ആവണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് വരണ്ട. ഞാൻ അങ്ങനെ പോയിട്ടില്ലടേ. ഞാൻ ആദ്യമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണേ. ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാനിങ്ങനെ ടിക്കറ്റ് എടുത്ത് തന്നെ മമ്മി അച്ഛനെ വിടുവോ, ഞാൻ അതൊന്നും ചിന്തിച്ചില്ല കേട്ടോ. ഞാനിപ്പം മമ്മിയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും മമ്മി എനിക്കൊന്നും അറിഞ്ഞൂടാ. അച്ഛനടുത്തൊന്നും പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കൊന്നുമില്ല. നീ എന്താണിത്, എനിക്ക് വയ്യ മനുഷ്യൻ, നീ എന്താണിത്, നീ ചെറുക്കനാ, നീ എന്താണ് കാണിക്കണെന്നൊക്കെ എൻ്റെ അടുത്ത്. അപ്പം ഞാനും അച്ഛൻ വഴക്ക് പറയുമായിരിക്കും, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം, ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സാറാണ് ഇവിടുത്തെ ഏമാനം നിറഞ്ഞത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ അത് വെറും തോന്നലാ. അച്ഛാ നാളെ പടത്തിന് പോണ്, എന്നും ഇത് തന്നെ പണി. ഞാൻ പറഞ്ഞ് അല്ല, നാളെ പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അതൊന്നും ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞ ഞാൻ മമ്മിയുടെ അടുത്ത് കള്ളി അങ്ങനെ ഈ കള്ളി എൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് 10:30 ആടിന് വരെ ഇരിക്കുകയാണ്. എന്നിട്ടാണ് എൻ്റെ അടുത്ത് കിടന്ന് ചാടുന്നത്. കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വിശ്വാസമൊക്കെയാണ്. അവർക്ക് എന്നിലുള്ളൊരു ധൈര്യമാണ് എന്നെ അങ്ങനെ വിട്ടത്. എല്ലാവരും അങ്ങനെ വിടണമെന്നില്ല, വിടണം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ധൈര്യം വേണം. ഞാൻ ഭയങ്കര ധൈര്യശാലി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും അല്ല. ഇനിയിപ്പോൾ എല്ലാവരും നീ ഭയങ്കര മറ്റോ അങ്ങനെയല്ല. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇൻറ്റൻഷൻസ് പ്യുവർ ആണെങ്കിൽ മര്യാദയ്ക്കൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയിലൊക്കെ അവതരിപ്പിച്ചാൽ അടുത്ത ഡെലിവറിക്ക് സമയമായി. as simple as that. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഈ വ്ളോഗിങ് ഒക്കെ സ്ഥിരമാക്കിയത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നിൽ നിന്നും. എനിക്കൊരു മൂഡുണ്ടെങ്കിൽ ഞാനിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുത്തിടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ക്രിഞ്ച് ഞാൻ ഇതുമായിട്ട് യൂസ്ഡ് ആയില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഞാനിങ്ങനെ യൂട്യൂബിലെ ആൾക്കാർ പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് എനിക്ക് ഒരുമാതിരി ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണം, അത്രേ ഉള്ളൂ. എങ്ങാനും വളർന്ന് പന്തലിച്ചാലോ. ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. അപ്പോൾ ഈ മുടിപ്പിടുത്തം ഇടയ്ക്കിടയ്ക്ക് സൂര്യൻ വരും. അപ്പോൾ ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെയും തണൽ വരും. ഇനിയിപ്പോൾ ലൈറ്റ് വന്നാലും പോയാലും ഐ ഡോണ്ട് കെയർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടും അവസാനമായിട്ടുമാണ് കാണണമെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, പോവുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഞാനൊരു 4-5 തവണയായില്ലേ വ്ളോഗ് കഴിക്കുമെന്ന് പറയണത്. വ്ളോഗ് ശരിക്കും കഴിഞ്ഞു. സന്തോഷമായി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.